ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി. വളരെ മനോഹരമായ ആ പ്രസംഗം നടത്തിയത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി നടത്തിയത് ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി വളരെ കൺവിക്ഷനോടെ കേൾക്കലല്ല, പറയലുമല്ല, കൈയടിക്കലുമല്ല, മറിച്ച് നമ്മളത് ഉൾക്കൊണ്ട് ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ കോറിയിടേണ്ട വാക്കുകളാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. നിർബന്ധമായും നമ്മുടെ മക്കളെ കേൾപ്പിക്കേണ്ടത്. വളരെ സിമ്പിളായ ലാംഗ്വേജിലാണ് പ്രിയങ്ക സംസാരിച്ചത്, പക്ഷേ വലിയ ആഴമുണ്ട് ആ വാക്കുകൾക്ക്. ഞാനതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. കേൾക്കേണ്ടതാണ്. I always tell my children that I expect only two things of them. I expect honesty and responsibility. ഞാൻ മക്കളോട് പറയാറുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് സത്യസന്ധത, രണ്ട് ഉത്തരവാദിത്വം. I expect them to be honest first and foremost to themselves so that they can be honest to everybody around them. And അതിലൊന്നാമതായി ഒരാൾ സത്യസന്ധത പുലർത്തേണ്ടത് അവരോട് തന്നെയാണ്. ഒരാൾ അവരോട് തന്നെ സത്യസന്ധത പുലർത്തിയാൽ പിന്നെ മറ്റുള്ളവരോട് സത്യസന്ധത പുലർത്തുന്നത് ഒരു ശീലമായി മാറും, അല്ലെങ്കിൽ അത് സാധ്യമാകും, അത് എളുപ്പമാകും. I expect them to take responsibility for their own actions and for whatever happens to them. Because when you take responsibility for yourself, my friends, then you cannot blame the world and blame other people for what happens to you. And you have to... നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നിങ്ങളുടെ വാക്കുകളിലും ഉത്തരവാദിത്തമുള്ളവരായി തീരുക. അങ്ങനെ നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളുടെ വാക്കിനോടും പ്രവൃത്തിയുമൊക്കെ ഉത്തരവാദിത്തമുള്ളവരായി തീർന്നാൽ നിങ്ങളെല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നതിനെയും നിങ്ങൾക്ക് സാധ്യമാകുന്നതിനെയും സാധ്യമാകാത്തതിനെയും ഒക്കെ ചുറ്റുപാടുകളെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കും. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. Stand up on your feet and fight for what you believe in, for what you feel responsible for and what you feel is right. അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ബോധ്യമുണ്ടാകുമ്പോൾ അവരവർക്ക് അവരവരുടെ കാലിൽ എഴുന്നേറ്റ് നിന്ന് തങ്ങൾക്ക് വേണ്ടതെന്താണെന്ന ബോധ്യത്തിൽ ഉത്തരവാദിത്തത്തോടെ തങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, തങ്ങളെ വൈകാരികമായി സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വൈകാരികമായി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അത് ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കാൻ ഈ സ്വന്തം പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നവർക്ക് സാധ്യമാകും. And the distinction between what is right and wrong can be taught to us by others, by our teachers, by our leaders, by our parents. But ultimately, it is taught to us by what is in our hearts. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ അധ്യാപകർ, മാതാപിതാക്കൾ, നേതാക്കൾ ഇവരൊക്കെ തന്നെ പഠിപ്പിക്കും. അവരൊക്കെ നിങ്ങളെ പഠിപ്പിക്കുമെങ്കിലും അൾട്ടിമേറ്റായി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ശരിയേത് തെറ്റേത് എന്ന് തോന്നുന്ന ആ ബോധ്യമാണ് നിങ്ങളെ നയിക്കാൻ പോകുന്നത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നതാണ് നിങ്ങളെ നയിക്കുന്നത് എന്ന വിചാരം തെറ്റാണ്. Our heart understands instinctively what is right and what is wrong. നമ്മുടെ ഹൃദയം ഒരു കാര്യം കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഹൃദയത്തിൽ തോന്നും അത് ശരിയാണ് അല്ലെങ്കിൽ അത് തെറ്റാണ്. So as I stand here before you today, I would like to just tell all of you, because you are young and you have a whole life ahead of you, that true fulfillment for you will come. True happiness will come if you are loving, compassionate and kind to everybody else. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വലിയ സന്തോഷത്തോടെയാണ്. കാരണം നിങ്ങളൊക്കെ ചെറുപ്പമാണ്. നിങ്ങൾക്കിനി ഒരുപാട് ജീവിതം മുന്നിലുണ്ട്. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഒരു പൂർണ്ണ സംതൃപ്തി എന്ന് പറയുന്നത് നിങ്ങൾ എത്രമേൽ സ്നേഹത്തോടെ, ദയയോടെ, കരുണയോടെ നിങ്ങളുടെ ചുറ്റുപാടുകളോട് പെരുമാറുന്നു എന്നുള്ളതിനനുസരിച്ചാണ്.
And for that, you have to be loving, compassionate, and kind towards yourself also. അത് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹമുള്ളവരും കമ്പാഷനുള്ളവരും അതുപോലെ തന്നെ ലവ് ഉള്ളവരും ദയവുള്ളവരും ഒക്കെ ആയിത്തീരണം. അങ്ങനെ സ്വയമാകുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരോടും അങ്ങനെ ആയിത്തീരാനാകൂ. So don't be too hard on yourself. I was talking to your head boy and he told me that he loves the school. I said, why? He said he loves the school because it gives him freedom to express himself. And I think if that is one compliment for any educational institution, it is that. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഭയങ്കര കടുപ്പമുള്ളവരായിത്തീരരുത്. ഞാൻ നിങ്ങളുടെ സ്കൂളിൻ്റെ ഹെഡ് ബോയുമായി സംസാരിച്ചു. ഈ സ്കൂളിനെ ഒരുപാട് ഹെഡ് ബോയ് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ വളരെ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ ഈ സ്കൂള് പഠിക്കാൻ അവസരം നൽകുന്നു എന്ന് പറഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഓരോ വിദ്യാർത്ഥിക്കും സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാനും പഠിച്ചു വളരാനുമുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളത് പ്രത്യേകമായി സ്കൂളിനെ അഭിനന്ദിക്കേണ്ടതാണ്. If you are able to give the children freedom to express themselves, to argue their points of view out, if teachers are able to listen to them and hear them out and help them to grow while understanding their point of view, then you have truly achieved success as an educational institution. നിങ്ങളങ്ങനെ ഓരോ വിദ്യാർത്ഥിക്കും അവന് സ്വാഭാവികമായ രീതിയിൽ അവന് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി അവൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് അവൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തി അവന് സ്വയം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവൻ്റെ അവകാശത്തെ ബഹുമാനിച്ച് അതിനെ ശക്തിപ്പെടുത്തിയെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ശരിയായ ലക്ഷ്യമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ഇതാണ് അവരവരുടെ പ്രഭാഷണത്തിൽ പറഞ്ഞത്. ചുരുക്കത്തിൽ 4 കാര്യങ്ങൾ. നിങ്ങൾ ഹോണസ്റ്റി ഉള്ളവരായിരിക്കുക, റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിരിക്കുക, ലവും കമ്പാഷനും ഉള്ളവരായിരിക്കുക, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉള്ളവരായിരിക്കുക. ഇത് 4ഉം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് നിങ്ങൾ മറ്റുള്ളവരോടും പ്രകടിപ്പിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്നതും ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നുന്നതും. അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്നാണ് അവരുടെ വാക്കുകളിൽ പറഞ്ഞത്. ഞാനിതിനെ ചെറുതായി മുറിച്ച് അർത്ഥം ഇങ്ങനെ പറഞ്ഞുവെങ്കിലും അത് മുഴുവനായി കേൾക്കുന്നവർക്ക് എൻ്റെ ട്രാൻസ്ലേഷനേക്കാൾ മനോഹരം അവരുടെ വാക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് അതുകൂടി പൂർണ്ണമായും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. I always tell my children that I expect only 2 things of them. I expect honesty and responsibility. I expect them to be honest first and foremost to themselves so that they can be honest to everybody around them. And I expect them to take responsibility for their own actions and for whatever happens to them. Because when you take responsibility for yourself, my friends, then you cannot blame the world and blame other people for what happens to you. And you have to stand up on your feet and fight for what you believe in, for what you feel responsible for, and what you feel is right. And the distinction between what is right and wrong can be taught to us by others, by our teachers, by our leaders, by our parents. But ultimately, it is taught to us by what is in our hearts. Our heart understands instinctively what is right and what is wrong. So as I stand here before you today, I would like to just tell all of you, because you are young and you have a whole life ahead of you, that true fulfillment for you will come. True happiness will come if you are loving, compassionate and kind to everybody else. And for that, you have to be loving, compassionate and kind towards yourself also. So don't be too hard on yourself. I was talking to your head boy and he told me that he loves the school. I said, why? He said he loves the school because it gives him freedom to express himself. And I think if that
is one compliment for any educational institution, it is that if you are able to give the children freedom to express themselves, to argue their points of view out, if teachers are able to listen to them and hear them out and help them to grow while understanding their point of view, then you have truly achieved success as an educational institution.